വാട്സപ്പിൽ സ്ക്രോൾ ചെയ്തപ്പോ കണ്ട ഒരു സ്റ്റാറ്റസ് ആണ് ഇത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. കാരണം നമ്മൾ എപ്പോഴും ഇപ്പോ കുട്ടികളുടെ അടുത്ത് ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാർക്ക് വാങ്ങിക്കണം, ഈ മാർക്ക് വാങ്ങിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ശരിയാണ്, നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് മാർക്ക് വളരെ അത്യാവശ്യമാണെന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് ശരിക്കും ഒരു പ്രിൻസിപ്പിള് പാരന്റ്സിന് എഴുതിയ ഒരു ലെറ്റർ പോലെയാണ് കാണുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എക്സാംസ് വരും പോകും, പക്ഷേ നമ്മളിപ്പോ എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് സ്കിൽ ആവണമെന്നില്ല. നമ്മുടെ അതിനകത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്, എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നല്ലതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലത്തെ ഉള്ള അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ അത്ര ഒരു നല്ല പ്രൊഫഷൻ ആയിട്ടല്ലായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എത്രയോ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാത്സ് പഠിക്കാൻ പറ്റാത്ത ചില ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഹിസ്റ്ററിയോ ഇംഗ്ലീഷോ ഒന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു എന്റർപ്രണർ ഉണ്ടാവും. കാരണം അവർക്ക് വേണ്ടത് വാക്ചാവല്യവും അതേപോലെ തന്നെ ബുദ്ധിപരമായ നീക്കങ്ങളും ആയിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ മ്യൂസിക്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കെമിസ്ട്രി ഒന്നും വഴങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ സോ കോൾഡ് പ്രൊഫഷൻസ് മാത്രമല്ല, ഏത് പ്രൊഫഷൻ ആണെങ്കിലും അതിനകത്ത് നന്നായി വരിക എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പരീക്ഷ ആവുന്ന സമയത്ത്, അതിപ്പോ ബോർഡ് എക്സാം ആണെങ്കിൽ പ്രത്യേകിച്ചും, പാരന്റ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടുക. ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുക്കുന്നതാണ്, പ്രത്യേകിച്ച് പാരന്റ്സിന് കേട്ടോ. കുട്ടികളെക്കാളും ടെൻഷൻ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചും കൂടി അത് മാനേജ് ചെയ്യേണ്ടത് പാരന്റ്സ് ആണെന്ന് തോന്നുന്നു. പാരന്റ്സ് ഭയങ്കര പാനിക് ആവുമ്പോഴാണ് കുട്ടികളിലേക്ക് ആ പ്രഷർ ഭയങ്കരമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് വേണമെങ്കിൽ, ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫ്രീ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു.